അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകം ഏറെ പുരോഗതി പ്രാപിച്ച കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷം സമത്വത്തിന് സമൂഹത്തിന്റെ വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം സ്ത്രീ സ്വാതന്ത്ര്യം അവകാശങ്ങളും നിഷേധിക്കുകയല്ലേ? ലോകം പുരോഗതി പ്രാപിക്കുമ്പോൾ സ്ത്രീ പുരുഷ സമത്വമാണ്. അവിടെ ഇസ്ലാം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നത് എന്താണെന്നാണ്? ഇസ്ലാം സ്ത്രീൻ്റെ ഏത് സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചത്? സ്ത്രീക്ക് ആവശ്യമായൊരു സ്വാതന്ത്ര്യത്തെയും ഇസ്ലാം നിഷേധിച്ചിട്ടില്ല. സ്ത്രീക്ക് ആവശ്യമായൊരു സ്വാതന്ത്ര്യത്തെയും ഇസ്ലാം നിഷേധിച്ചിട്ടില്ല. സ്ത്രീകളെ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിയമവും ഇസ്ലാം ഉണ്ടാക്കിയിട്ടുമില്ല. ഇസ്ലാം പഠിപ്പിച്ചത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് ഒരേ പടച്ചവൻ്റെ ഒരേ തരത്തിലുള്ള സൃഷ്ടികളാണ് എന്നാണ്. അതോടൊപ്പം തന്നെ പെണ്ണിന് അവകാശമുണ്ടെന്ന് ആദ്യമായി പറഞ്ഞ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. അവൾക്ക് ന്യായപ്രകാരമായ അവകാശങ്ങളുണ്ടെന്ന്. ഈ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു. പെണ്ണിൻ്റെ ഓരോ അവകാശങ്ങൾ: ജനിക്കാനുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, സ്വത്ത് വിനിമയം ചെയ്യാനുള്ള അവകാശം, ഇങ്ങനെ മുതൽ ഓരോ അവകാശങ്ങളും. ഇതെല്ലാം പറയുമ്പോൾ ഇസ്ലാം കൊടുത്തില്ല എന്ന് പറയുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്ലാമാണ് എല്ലാം സ്ത്രീക്ക് കൊടുത്തത്. ഇസ്ലാമാണ് എല്ലാം കൊടുത്തത്. ഇപ്പൊ സ്വത്തവകാശത്തിന്റെ കാര്യം ഭയങ്കര ചർച്ചയായിട്ട് പറയാറുണ്ട്. നമ്മൾ അറിയണം, 1870-ലാണ് യൂറോപ്പിൽ ആദ്യമായി പെണ്ണിന് സ്വന്തം പേരിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഉണ്ടായത്. സ്വന്തം പേരിൽ സ്വത്ത് ഉണ്ടാവാനുള്ള അവകാശം 1870 മാരീഡ് വുമൻസ് പ്രോപ്പർട്ടീസ് ആക്ട്, പിന്നെ ബ്രിട്ടനിലെ ആ ആക്ടാണ് ഒന്നാമതായി യൂറോപ്പിൽ പെണ്ണിന് സ്വന്തം പേരിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം നൽകിയത്. അതുവരെ എന്തായിരുന്നു? പെണ്ണ് അവളുടെ സ്വത്ത് പോലും ഭർത്താവിൻ്റെ പേരിലേ പറ്റൂ. അവൾ അധ്വാനിച്ച സ്വത്ത് പോലും, എന്നിട്ടല്ല അനന്തരാവകാശം. അതേസമയം ഇസ്ലാമിക ലോകത്ത് നിന്ന് ലോകത്തെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണെന്ന് നിങ്ങളൊന്ന് ബ്രൗസ് ചെയ്ത് നോക്കുക. ജമിയത്തു ഖൈർവാനിയ എന്ന യൂണിവേഴ്സിറ്റിയാണ്. ഏതാ? മൊറോക്കോയിലെ ഫെസ്റ്റിലുള്ള ഖൈറാനവിയ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി. അതുണ്ടാക്കിയത് ആരാ? ഫാത്തിമത്തുൽ ഫിഹ്രിയ എന്ന സ്ത്രീ. ലോകത്തെ ക്രിസ്താബ്ദം 859 ഫാത്തിമ ഫിഹ്രിയ എന്ന സ്ത്രീ ആദ്യമായി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, ശാസ്ത്രവും അതെല്ലാം പഠിപ്പിക്കാൻ. ആ സ്ത്രീക്ക് എവിടുന്ന കാശ്? അവൾക്ക് കിട്ടിയ പൈസ, അവൾക്ക് അനന്തരാവകാശമായി കിട്ടിയ കാശ് മുഴുവൻ ഇതിനു വേണ്ടി ചെലവഴിച്ചു. യൂറോപ്പിൽ സ്വന്തം പേരിൽ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം കിട്ടിയത് 1870. 1000 കൊല്ലം മുമ്പ് മുസ്ലിം ലോകത്ത് സ്വന്തം പേരുള്ള സ്വത്ത് ഒരാളോടും ചോദിക്കാതെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെലവാക്കിയതിന് ലോകത്ത് സ്മാരകമായി നിലനിൽക്കുന്നു ലോകത്തെ ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി. പെണ്ണിന് അവകാശം കൊടുത്തില്ല. ഏതവകാശം ഇസ്ലാം നിഷേധിച്ചത്? ഇസ്ലാം പെണ്ണിന്റെ ഒരു അവകാശത്തെയും നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാം പെണ്ണിനെ ചൂഷണം ചെയ്യുവാൻ തക്ക രൂപത്തിൽ ഒരുക്കി കൊടുക്കുന്നതിനെ നിഷേധിച്ചു. അതാണ് പെണ്ണവകാശം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. പെണ്ണവകാശം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് എന്താ? പുരുഷന്റെ ഉത്തരവാദിത്വം കൂടി പെണ്ണിന്റെ തലയിലിടുക. അതാ ചെയ്യണത്. യഥാർത്ഥത്തിൽ പ്രകൃതിപരമായി പുരുഷന് ഉള്ള ഉത്തരവാദിത്വമുണ്ട്. അവൻ അധ്വാനിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. പെണ്ണ് മാതാവാകാൻ പറ്റുന്ന രൂപത്തിലാണ്. മാതൃത്വം എന്നത് ചെറിയ കാര്യമല്ല. അടുത്ത തലമുറക്ക് ആവശ്യമായ ശാരീരികവും മാനസികവും വൈകാരികവും ആത്മീയവുമായ ആരോഗ്യം കൊടുക്കുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ദൗത്യം, അത് നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് പെണ്ണിന്റെ ശരീരം. അപ്പൊ ആ സമയത്ത് പുരുഷൻ പെണ്ണിന് താങ്ങും തണലുമായി നിൽക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൂ. അവിടെ ആധുനികത എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? പെണ്ണിനോട് പുരുഷനെ പോലെ നീയും അധ്വാനിക്കണം. ശരി, സമ്മതിക്കാം. പുരുഷനെ പോലെ നീയും അധ്വാനിക്കണം, നീയും സമ്പാദിക്കണം, നീയും പുരുഷനെ പോലെ തന്നെ എല്ലാ രംഗത്തും മുന്നോട്ട് വരണം. പിന്നെ നീ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങണം, നീ അധ്വാനിക്കണം എന്നെല്ലാം പറഞ്ഞ് അവളെ
അതാണ് യഥാർത്ഥത്തിലുള്ള വിമോചനമെന്ന് വരുത്തി തീർക്കുന്നു. പെണ്ണിനോട് അധ്വാനിക്കാൻ പറയാം. പെണ്ണ് വിചാരിച്ചാൽ, എളുപ്പാധ്വാനിച്ചാൽ ആണ് ചെയ്യുന്ന ഏത് പണിയും ചെയ്യാൻ പറ്റും. അതെ, അങ്ങനെയാണ്. പക്ഷെ പെണ്ണ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പണി ആണ് ചെയ്യാൻ പറ്റുമോ? പക്ഷെ രണ്ടുപേരും കുട്ടികൾ ഒരേപോലെ നോക്കാം. രണ്ടുപേരും സാമ്പത്തികമായി ഒരേ ഉത്തരവാദിത്തമുള്ളവർ തീരുമാനിക്കാം നമുക്ക്. എങ്കിൽ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കാം, ഒരു കുഞ്ഞിനെ നിങ്ങൾ പ്രസവിക്കും എന്ന് പറയാൻ പറ്റുമോ? പ്രസവിച്ച കുഞ്ഞിനെ 6 മാസം ഞാൻ മുലയൂട്ടാം, ഒരു 6 മാസം നിങ്ങൾ മുലയൂട്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം പെണ്ണ് തന്നെ ചെയ്യേണ്ടതാ. ആ സമയത്ത് പെണ്ണിന് താങ്ങായി നിൽക്കുവാൻ ഇസ്ലാം പുരുഷനോട് പറഞ്ഞു. ആ സമയത്തുള്ള പെണ്ണിന്റെ അബലാവസ്ഥയിൽ താങ്ങും തണലുമായി നിൽക്കണമെന്ന് പുരുഷനോട് കൽപ്പിച്ചു. ഇതാണോ പെണ്ണവകാശത്തിനെതിര്? ഇതാണോ പെൺ സ്വാതന്ത്ര്യത്തിനെതിര്? അതേപോലെ തന്നെ അവളുടെ സൗന്ദര്യം അവൾക്ക് പടച്ചവൻ നൽകിയ വലിയ അനുഗ്രഹമാണെന്ന് പഠിപ്പിച്ചു. ആ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിന്നെ ലോകം അളക്കേണ്ടത്, മറിച്ച് നിന്റെ വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സൗന്ദര്യം അത് ആസ്വദിക്കുക വഴി നിനക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളുടെ രംഗത്ത് താങ്ങും തണലുമായി നിൽക്കാമെന്ന് 4 ആളുടെ മുന്നിൽ വെച്ച് പ്രതിജ്ഞ ചെയ്ത പുരുഷന്റെ മുന്നിൽ മാത്രം നിന്റെ സൗന്ദര്യം അടിച്ചിടണമെന്ന് പഠിപ്പിച്ചു. അതാണോ തെറ്റ്? അതേസമയം ഈ സൗന്ദര്യത്തെ പരമാവധി കച്ചവടവൽക്കരിക്കണമെന്ന്, ഈ സൗന്ദര്യം വിറ്റ് കാശാക്കണമെന്ന്, ഈ സൗന്ദര്യത്തെ പരമാവധി മാംസളമായി ഉപയോഗിക്കണമെന്ന് ഭൗതികവാദത്തിന്റെ മുതലാളിത്തവും പഠിപ്പിച്ചു. അതിന് ഇസ്ലാം എതിരാണ്. ഇസ്ലാം പെൺ സൗന്ദര്യത്തെ കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ അത് പെണ്ണിന് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമായിട്ടാണ്. ആ അനുഗ്രഹം അതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. അത് പ്രത്യുൽപാദനം തന്നെയാണ്, ലൈംഗികത തന്നെയാണ് ആ സൗന്ദര്യത്തിന്റെ ലക്ഷ്യം. ആ ലൈംഗികതക്ക് അർഹരായ ആളുടെ മുന്നിൽ മാത്രം അത് തുറന്നിടാൻ വേണ്ടി പെണ്ണിന് ഇസ്ലാം അവകാശം നൽകിയെന്ന് പറയാ. അതൊരു അവകാശമാണ്. എന്നാ അവകാശം ഉണ്ടോ പെണ്ണുങ്ങൾക്ക്? ഒരു ജോലിക്ക് പോയാൽ ആ ജോലിക്ക് പറ്റിയ ഡ്രസ്സ് ഇടണമെന്ന് കൽപ്പിക്കുന്നു. ആ ഡ്രസ്സ് ആര് കൽപ്പിക്കുന്നു? മുതലാളി. ആ മുതലാളി ആരാ? പുരുഷ മുതലാളി. എന്തിനാ ആ കൽപ്പന? ആ കൽപ്പന എന്താ? കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ അല്ലെ? കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തണം. അപ്പോ പെണ്ണിന്റെ ശരീരം ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ഒരു കാഴ്ച പണ്ടമാക്കുന്ന വൃത്തികേടിന് ഇസ്ലാം എതിരെ നിൽക്കുന്നു. അതേസമയം പെണ്ണിന്റെ ശരീരം അവൾക്കുള്ള വലിയ ഒരു അനുഗ്രഹമായി കാണുകയും അത് അവളുടെ മാത്രം സ്വത്വമായി, അത് അവളുടെ സ്വകാര്യതയായി, അവൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അതും അവളുടെ പ്രയാസങ്ങളിൽ താങ്ങായി നിൽക്കുന്നവർക്ക് മാത്രം മുന്നിൽ തുറന്നു വെക്കാൻ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഏത് തരത്തിലെടുത്താലും ഇസ്ലാം പെണ്ണിനെ ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും വിമർശനങ്ങൾക്ക് മറുപടി കണ്ടെത്താനും ശ്രമിക്കുക. ഏത് വിമർശനത്തിന്റെ മുന്നിലും ഇസ്ലാം ചൂളിപ്പോകുന്ന പ്രശ്നമില്ല. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം മാനവികതയുടെ ദർശനമാണ്. ഇസ്ലാം സമ്പൂർണമായി തന്നെ മാനവികതയുടെ പ്രകൃതിയുടെ ദർശനമാണ്. അത് പഠിക്കാൻ മനസ്സിലാക്കുവാൻ സന്നദ്ധമാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.